ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇന്ത്യൻ ആർമിയുടെ ഈ വർഷത്തെ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ബിടെക് പൂർത്തിയാക്കിയവർക്കും അതുപോലെ ബിടെക് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും കിട്ടാവുന്നൊരു മികച്ച അവസരമാണ് ഇന്ത്യൻ ആർമിയുടെ ഈ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റ്. സാലറി സ്കെയിൽ കൊണ്ടും അതുപോലെ അലവൻസ് കൊണ്ടും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മികച്ച ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് ഈ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റ്. നമുക്ക് ഈ പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിലിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 20 മുതൽ 27 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കും ബിടെക് ആണ് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. ബിടെക് ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ സ്ട്രീമിൽ വേക്കൻസികൾ, നിലവിലുള്ള വേക്കൻസികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പം സിവില് 75 വേക്കൻസിയാണ്. ഈ വേക്കൻസി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മെന്നിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മെന്നിന് മൊത്തം ടോട്ടൽ 380 വേക്കൻസിയാണ് വരുന്നത്. അതുപോലെ ഫീമെയിലിന് 29 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ട്രീമുകാർക്കുള്ള വേക്കൻസി ഉണ്ടെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. സിവിലിന് 75 വേക്കൻസിയാണ്, കമ്പ്യൂട്ടർ സയൻസിന് 60 വേക്കൻസി, ഇലക്ട്രിക്കലിന് 33 വേക്കൻസി, ഇലക്ട്രോണിക്സിന് 64 വേക്കൻസി, മെക്കാനിക്കലിന് 101 വേക്കൻസി, പിന്നെ അതർ എഞ്ചിനീയറിംഗ് സ്ട്രീമിന് 17 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇതിൽ മെക്കാനിക്കലുകാർക്ക് കിട്ടുന്നൊരു മികച്ച അവസരമാണ്. 101 വേക്കൻസിയാണ് മെക്കാനിക്കലുകാർക്ക് ഉള്ളത്. അതുപോലെ ഫീമെയിലിൻ്റെയും കൃത്യമായിട്ട് ഒരു വേക്കൻസി ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സിവിലിന് 7 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസിന് 4 വേക്കൻസി, ഇലക്ട്രിക്കലിന് 3 വേക്കൻസി, ഇലക്ട്രോണിക്സിന് 6 വേക്കൻസി, മെക്കാനിക്കലിന് 9 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 29 വേക്കൻസിയാണ് ഫീമെയിൽ കാറ്റഗറീസിനായിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ബിടെക് കംപ്ലീറ്റ് ആയവർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ ഫൈനൽ ഇയർ അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് ഹൂസ് ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്റർ എക്സാം വിൽ ബി ഷെഡ്യൂൾഡ് ആഫ്റ്റർ 1 October 2024 ആർ നോട്ട് എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സെമസ്റ്റർ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെമസ്റ്റർ എക്സാം ഈ 1 October 2024 ശേഷമാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാത്തവർക്കെല്ലാം ബിടെക് പൂർത്തിയാക്കിയവർക്കും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലോട്ട്, അതായത് 1 October 2024 മുമ്പ് റിസൾട്ട് വരാൻ സാധ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എക്സാം ഉണ്ടായിരിക്കില്ല ഈ റിക്രൂട്ട്മെൻറ്റിന്. പ്രധാനമായിട്ടും നമ്മുടെ സെമസ്റ്റർ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് മാർക്കിൻ്റെ ഒരു പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. ഏകദേശം 5 ഘട്ടങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ ധാരാളം അലവൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, സാലറി സ്കെയിൽ കൊണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാലറി സ്കെയിലിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അലവൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അവസരം എന്തായാലും പാഴാക്കണ്ട. എങ്ങനെയാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഓഫീസർ എൻട്രി ആപ്ലിക്കേഷൻ ഓർ ലോഗിൻ എന്ന് പറയുന്നൊരു ടാബ് കാണാം. അവിടെ രജിസ്ട്രേഷൻ എന്ന ടാബിലൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബിടെക് ഈ പറയുന്ന സ്ട്രീമുകളിലെല്ലാം, ഞാൻ ഓൾറെഡി ആ സ്ട്രീം ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന സ്ട്രീമുകളിലെല്ലാം നിങ്ങൾക്ക് ബിടെക്കോ അല്ല ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന്, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇമെയിൽ അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് ലഭിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ യാതൊരു വർഷം പാഴാക്കരുത്. ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് ഒരു സുവർണാവസരം തന്നെയാണിത്. അപ്പം സാലറി സ്കെയിൽ കൊണ്ടും അലവൻസ് കൊണ്ടും നിങ്ങൾക്ക് കിട്ടാൻ മികച്ചൊരു ജോലി തന്നെയാണ് ഈ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റ് 2024. ഓക്കെ, അപ്പോൾ ഈ അവസരം നിങ്ങൾ പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റിക്രൂട്ട്മെൻറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ അലവൻസ് ആണ്, അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അലവൻസ്, എന്തൊക്കെ അലവൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതുപോലെ സാലറി സ്കെയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ, ഇപ്പോൾ എഞ്ചിനീയർ സ്ട്രീം സിവിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ അതർ എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ഒരു 17 വേക്കൻസി ഉണ്ട്. അത് ഏതൊക്കെ ബ്രാഞ്ചസ് ആണെന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മളതിന് വ്യക്തമായിട്ട് റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ ANS അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.